ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കുക. അതിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വെച്ച് അത് നമ്മൾ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഒരു ഫിക്സഡ് ഇയർ ആകുമ്പോൾ നമ്മളത് പുറത്തെടുക്കും. അതുപോലൊരു സാധനം. സോ ഇതെനിക്ക് റിയൽ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ബോക്സൊക്കെ ഇട്ട് അതൊക്കെ മാറ്റി വെച്ചതൊക്കെ അലമ്പാം. ഓക്കെ, ഒരു ലെറ്റർ എഴുതാം. ഇപ്പം ഈ 20 വയസ്സിൽ ആണല്ലോ ഞാൻ. സോ ഇനി ഒരു 20-22 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നാണല്ലോ ആഗ്രഹം. സോ ഞാൻ 22-ാം വയസ്സിൽ എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതിയാലോ എന്ന് വിചാരിച്ചു. ഇമാജിൻ ചെയ്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കണം. എല്ലാം ഞാൻ പ്രസൻറ്റ് ടെൻസിലായിട്ട് എഴുതിയിരിക്കുന്നത്. സംഭവിച്ചല്ലോ, ഇതൊക്കെ ചെയ്തല്ലോ, ഇപ്പം ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ്. അതിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ എത്ര ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇട്ടിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഹോപ്പ്ഫുള്ളി അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അവസാനം എപ്പോഴും എന്ത് ലെറ്റർ എഴുതിയാലും അതിൻ്റെ അവസാനം ഇറ്റ്സ് ലൈക്ക് വെരി സ്പെഷ്യൽ ഫോർ മീ. സോ ഇതെൻ്റെ 20 വയസ്സിലുള്ള ഞാൻ എൻ്റെ 22-ാം വയസ്സിന് എഴുതുന്നതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻവലപ്പിലിട്ട് ഇത് കവർ ചെയ്തു. ഇനി ഞാനിത് 2027 തുറക്കും കേട്ടോ. അപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 2027 ഓഗസ്റ്റ് 20 എന്തായാലും ഇത് വായിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ തന്നെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇത് 2027 ഓഗസ്റ്റ് 20 ആകുമ്പോഴേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് ഞാൻ 20-ാമത്തെ വയസ്സിൽ നിന്ന് എഴുതുന്ന പോലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഇതിലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നോ ഇല്ലെന്ന്. പിന്നെ ഓഗസ്റ്റ് 20 എഴുതാനുള്ള കാരണം അന്നാണ് എൻ്റെ ബർത്ത്ഡേ. സോ അന്ന് തന്നെ തുറക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, നോക്കാമല്ലോ. അപ്പോൾ അന്ന് 22 വയസ്സ് കൃത്യമാവുന്നത്. അപ്പം അന്ന് തുറന്ന് നോക്കാം എന്തൊക്കെ സംഭവിച്ചില്ലേ എന്നൊക്കെ. ഞാൻ അതിൻ്റെ കൂടെ വർഷവും ഏത് ദിവസം ഏത് സമയം എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സോ നല്ലൊരു ഫീലായിരിക്കും 2027 ഇത് വായിക്കുമ്പം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.